قال لا تخافا إنني معكما أسمع وأرى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണുന്നതിൽ സന്തോഷമുണ്ട്. വീണ്ടും ലിയാഖത്ത് അലി തന്നെയാണ് താരം. ഇതിനു മുമ്പുള്ള 1-2 വീഡിയോകളിൽ ലിയാഖത്ത് അലി പച്ചയ്ക്ക് പറഞ്ഞ നുണകൾ നമ്മൾ എടുത്ത് കാണിക്കുകയുണ്ടായി. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ബാലവിവാഹം ഇസ്ലാമിലുണ്ട് എന്ന രീതിയിൽ ഒരു പച്ചക്കള്ളം ലിയാഖത്ത് അലി പറഞ്ഞിരുന്നു. നമ്മൾ ആ ടൈറ്റിലിൽ തന്നെ ലിയാഖത്ത് അലിയുടെ എമണ്ടൻ നുണ തുറന്നു കാട്ടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തു. അതിനു മുമ്പ് അടിമത്തത്തെക്കുറിച്ച് ലിയാഖത്ത് അലി ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഒരു 50 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയിലൂടെ എല്ലാ ആസ്പെക്റ്റും എന്തെല്ലാം പറഞ്ഞോ ലിയാഖത്ത് അലി അതിനെല്ലാം നമ്മൾ മറുപടി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അടിമയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഇന്നും അടിമയായിട്ട് ബന്ധപ്പെട്ട അടിമ സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. അത് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് കുറച്ച് എലാബറേറ്റ് ആയിട്ട് ആ പോയിന്റുകൾ പറയാൻ ഈ വീഡിയോയിൽ കൂടെ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പം നിങ്ങൾ ആ ക്ലിപ്പ് ഒന്ന് ആദ്യം കേൾക്കുക. അത് സ്ത്രീകളുടെ കേസിലുണ്ട് കേട്ടോ. 5 എണ്ണം അള്ളാക്കും. അതായത് 100 സ്ത്രീകളെ 200 അംഗങ്ങൾ പോയിട്ട് 100 സ്ത്രീകളെ കൊള്ള ചെയ്തു അടിമകളാക്കി പിടിച്ചാൽ 20 സ്ത്രീകൾ അള്ളാഹു റസൂലുള്ളാഹി. ബാക്കി 200 യോദ്ധാക്കൾക്കും കൂടി ഈ 80 സ്ത്രീകളെ ഓഹരി വെച്ചു കൊടുക്കും. അതെങ്ങനെയെന്നുള്ള ചോദ്യം നിങ്ങൾക്ക് വരും. പേടിക്കണ്ട. ഒരു അടിമ സ്ത്രീക്ക് 2, 3, 4 ഉടമകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികം. അങ്ങനെ ആവാമെന്നാണ്. അതിന്റെ കോംപ്ലിക്കേഷൻസും അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ഈ സ്ത്രീയെ ശാരീരിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക ഇതിനൊക്കെ കുറിച്ച്. ഓക്കെ, നിങ്ങൾ ആ ക്ലിപ്പ് കേട്ടല്ലോ. ഇതിനകത്ത് ലിയാഖത്ത് അലി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഓരോ വാക്കിനും ഇതിനകത്ത് നമ്മൾ മറുപടി പറയും. ഒന്ന് പറയുന്നത് പുലർച്ചെ ഗോത്രത്തെ പോയി ആക്രമിച്ചു, ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത് കൊള്ള ചെയ്തു, 2. 3 പുരുഷന്മാരെ കൊന്നു, പിതാവിനെ കൊന്നു. 4ാമത്തത് സ്ത്രീകളെ എടുത്തുകൊണ്ട് പോയി വീതം വെച്ചു. 5 5-1 അള്ളാഹുവിനാണ്. പിന്നെ 6ാമത്തത് സ്ത്രീകളും ഇതിനകത്ത് ഇത് ഉൾപ്പെടും. 5-1 സ്ത്രീകളും അള്ളാഹുവിന് ഉണ്ട്. അടുത്തത് ഒരു അടിമ സ്ത്രീക്ക് 3-4 ഉടമകളുണ്ടാവും. അതിൻ്റെ അടുത്തത് അതിലുള്ള കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഇത്ര ചോദ്യങ്ങൾക്ക് നമ്മൾ ഓരോ പോയിൻറ്റിനും ഒരു അര മിനിറ്റിൽ താഴെയുള്ള വീഡിയോയ്ക്ക് നമ്മൾ ഓരോ വാക്ക് മുറിച്ചെടുത്ത് നമ്മൾ ഉത്തരം പറയുകയാണ്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കണം. ഇവരുടെ പൊള്ളത്തരങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ വീഡിയോകളിൽ അവർ വായത്തൊന്ന് പറഞ്ഞു പോകും. പക്ഷേ അത് ഓരോന്നോരോന്നിടത്ത് അനലൈസ് ചെയ്ത് കാണിക്കുമ്പോഴാണ് ആൾക്കാർക്ക് സത്യം ബോധ്യപ്പെടുക എത്രത്തോളം പച്ച കള്ളമാണ് ഈ പറയുന്നത് എന്നുള്ളത്. അപ്പം ഇതിൽ പോകുന്നതിന് മുമ്പേ ഞാൻ ഈ ഒരു ആമുഖം പോലെ പറയേണ്ടിയിരിക്കുന്നത്. ചിലപ്പോൾ പഴയ വീഡിയോകൾ കേൾക്കാത്ത ആൾക്കാർക്ക് കുറച്ച് ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു ചെറിയ ആമുഖം ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ഈ പോയിന്റുകൾ ഓരോന്നോരോന്ന് പറഞ്ഞ് അതിന് മറുപടി പറയാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ പ്രവാചകൻ നടത്തിയ യുദ്ധങ്ങളെല്ലാം കൊള്ള എന്ന് പറയും. അതാണ് ഇവരുടെ മെയിൻ ഒരു തന്ത്രം. പ്രവാചകനെ മോശമാക്കി കാണിക്കാൻ ഇവർ യൂസ് ചെയ്യുന്നത്. യുദ്ധത്തെ എല്ലാം കൊള്ള ആക്രമണം എന്നാക്കും. നമ്മൾ അപ്പോൾ തുടങ്ങേണ്ടത് മക്കയിൽ നിന്ന് തുടങ്ങണം. മക്കയിൽ പ്രവാചകൻ എത്രത്തോളം പീഡിപ്പിക്കപ്പെട്ടു, പ്രവാചകൻ്റെ അനുയായികൾ എത്രത്തോളം പീഡിപ്പിക്കപ്പെട്ടു, എത്ര പേർ കൊല്ലപ്പെട്ടു, പ്രവാചകൻ്റെ ജീവന് തന്നെ അവർ എങ്ങനെയൊക്കെ വിലയിട്ടു, ആൾക്കാർ അവിടെ നിന്ന് അബിസിനിയയിലേക്ക് പോകേണ്ടി വന്നു, ഹിജ്റത്ത് ചെയ്യേണ്ടി വന്നു. അവിടെ പോയി കള്ളം പറഞ്ഞ് ഇവിടെ കുഴപ്പമൊന്നുമില്ല പറഞ്ഞ് തിരിച്ച് വിളിപ്പിച്ചുകൊണ്ട് വന്ന് അവരെ പീഡിപ്പിച്ചു. മദീനയിലേക്ക് ഓടിപ്പോകാൻ നോക്കിയപ്പോൾ അതിനകത്തും ഇടപെട്ട് എങ്ങനെയെങ്കിലും പിടിച്ചുകൊണ്ട് വന്നിട്ട് പ്രവാചകനെ അവർ വധിക്കാൻ ശ്രമിച്ചു. മദീനയിൽ പോയിട്ടാണെങ്കിലും അവിടെയും സ്വസ്ഥത തരാതെ അവിടുത്തെ ഹൗസ് ഖസ്റജ് ഗോത്രങ്ങളിലുള്ള ബിംബാരാധകരുണ്ടല്ലോ അവരുമായിട്ട് അവർക്ക് ലെറ്റർ എഴുതി, നിങ്ങൾ മുഹമ്മദിനെ അവിടെ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഫുൾ സൈന്യത്തോടെ വന്നിട്ട് നിങ്ങൾ മൊത്തത്തിൽ നശിപ്പിക്കും. അവരുടെ അടുത്ത് ലെറ്റർ അയച്ചു. അതേപോലെ അവിടുത്തെ യഹൂദന്മാരുടെ അടുത്ത് ലെറ്റർ അയച്ചു, നിങ്ങൾ മുഹമ്മദിനെ അവിടെ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആക്രമിക്കും. ഈ ഹദീസ് നിങ്ങൾ അബൂദാബിദിൽ 3004 കാണാം. 3004 അബൂദാബിദിൽ ഈ ക്ലിയറായിട്ട് ലെറ്റർ എഴുതിയ കാര്യം നമുക്ക് കാണാം. എവിടെ നിന്നും മക്കയിൽ നിന്നും മുശ്രിക്കുകൾ, അതായത് അവിടെ ജീവിക്കാൻ സമ്മതിച്ചില്ല, അവരുടെ സ്വത്തുക്കളും ധനവും എല്ലാം സമ്പത്തും എല്ലാം അവിടെ ഇട്ടേച്ച് മുസ്ലിങ്ങൾക്ക് മക്കയിൽ തന്നെ ഇട്ടേച്ച് മദീനയിൽ വന്നു. അവിടെയും സ്വസ്ഥത തരാതെ അവിടെ ആക്രമിക്കുമെന്നും പറഞ്ഞ് അവിടുത്തെ ആൾക്കാർക്ക് ലെറ്റർ എഴുതുക. ഇത്രയും ചെയ്തിട്ടും ഇവർ ലിയാഖത്ത് അലിയും എല്ലാവരും ഇസ്ലാം വിമർശകരുടെ ആവേശം ഇടുന്ന എല്ലാവരും പറയുന്നത് പ്രവാചകൻ കൊള്ള ചെയ്തു. ഇതിനൊന്നും മക്കയിൽ വെച്ച് ഒരു ആയുധവും എടുത്തിട്ടില്ല. മദീനയിൽ വന്നപ്പോൾ ഒരു ഗവൺമെൻറ് ഫോം ചെയ്തപ്പോഴാണ് അള്ളാഹുവിൽ നിന്ന് ഓർഡർ വരുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തുകൊണ്ട് യുദ്ധം ചെയ്തുകൂടാ എന്നുള്ള ഓർഡർ വരുന്നത് മദീനയിലാണ്.
അത് മദീനയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടില്ല, മക്കയിലുള്ള ആൾക്കാർക്ക് പീഡിപ്പിക്കപ്പെടുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൂടാ, എന്തുകൊണ്ട് നീതിക്ക് വേണ്ടി പോരാടിക്കൂടാ എന്ന ഓർഡർ വരുന്നത് മദീനയിലിരിക്കുന്ന പ്രവാചകന് ആണ്. ആർക്ക് വേണ്ടിയിട്ട്? മക്കയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അതൊരു അതെങ്ങനെ തെറ്റാമെന്ന് ഞാൻ പറയുന്നത്. ഒരു ജനത പീഡിപ്പിക്കപ്പെടുന്നു. മൂസാ നബിയുടെ കാലത്തും അങ്ങനെയല്ലോ ഉണ്ടായിരുന്നു. അവരെ ഫിറൗൻ പിടിച്ചിട്ട് അവർ പീഡിപ്പിച്ചിട്ടുണ്ടപ്പോൾ ഇസ്രായേൽ ആൾക്കാരെ എൻ്റെ കൂടെ വിട് എന്ന് പറഞ്ഞാണല്ലോ അവർ എതിർത്തത്. ഇത് എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്. ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ സ്ഥാനം അള്ളാഹു കൊടുത്തു കഴിഞ്ഞാൽ ആ കടമ അയാൾ ചെയ്യണം. വെറുതെ അവിടെ ഇരിക്കുകയല്ല വേണ്ടത്. ഒരു അനീതി നടന്നാൽ, ഒരു ജനത പീഡിപ്പിക്കപ്പെട്ടാൽ അവർക്ക് എതിരെ ശബ്ദിക്കണം. ശക്തി ഉണ്ടെങ്കിൽ അതനുസരിച്ച് ആ ശക്തിക്കനുസരിച്ച് നീക്കങ്ങൾ നടത്തണം. അതാണ് ഏതൊരു രാജ്യത്തിൻ്റെയും സൈന്യത്തിനും സൈനിക മേധാവിക്കും ആ പ്രസിഡന്റിനും ഉള്ളത്. ഇന്നും അങ്ങനെയല്ല. എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പോരാട്ടം തുടങ്ങുമെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കുമോ? അവർ അത് ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ അങ്ങനെ എല്ലാ രാജ്യങ്ങളും ചെയ്യും. പക്ഷേ പ്രവാചകൻ ചെയ്താൽ മാത്രം അത് കൊള്ളയാവും, അത് ആക്രമിച്ചെന്നാവും. ആ പേരും പറഞ്ഞ് യൂട്യൂബ് വരുമാനം ഉണ്ടാക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആമുഖം. പിന്നെ ഇത് ഖുറൈശികളുടെ കച്ചവട സംഘത്തെ കൊള്ളയടിച്ചു എന്ന് പറയും. അത് നമ്മൾ നേരത്തെ വീഡിയോയിലും പറഞ്ഞു. അത് അവരുടെ മാത്രമാണ്. കൊള്ളാന്ന് പറഞ്ഞാൽ ആ വഴിയിൽ പോകുന്ന എല്ലാവരും പിടിക്കണം. അത് പോവാതെ ഇവരുടെ കച്ചവട സാധനങ്ങൾ മാത്രം പിടിച്ചു വയ്ക്കും. കാരണം എന്താ വെച്ചാൽ എക്കണോമിക് സാങ്ഷൻ പോലെയാണ്. ഇന്ന് പല രാജ്യങ്ങളും അമേരിക്ക പറഞ്ഞ് കേട്ടില്ലെങ്കിൽ അത് എക്കണോമിക് സാങ്ഷൻ ചെയ്യും. ഇറാഖിൽ മരുന്ന് പോലും കൊടുക്കാതെ എത്രയോ കുട്ടികൾ മരിച്ചു വയ്ക്കും. ഒരു കള്ളം പറഞ്ഞുകൊണ്ട്, അതായത് അവിടെ അണുആയുധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞ് അവിടുത്തെ എണ്ണയ്ക്ക് വേണ്ടി കള്ളം പറഞ്ഞ് ഇത്രയും കുട്ടികളെ കൊന്നു, ഇത്ര മനുഷ്യരെ കൊന്നു, നമ്മൾ എന്തെല്ലാം നടന്നു മനസ്സിലായി. അതിനൊന്നും കമാന രക്ഷണം ഇലിയാഖത്തിലെ പോലെ ആൾക്കാർ, ഇസ്ലാം വിമർശകർ ആരും ഉണ്ടത്തില്ല. അന്ന് ന്യായത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ട പ്രവാചകനെതിരെ ചെയ്യും. അവരെ സ്വന്തം മക്കയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അതിന് പ്രഷർ കൊടുക്കാനായിട്ട് അവിടെ പോയി കച്ചവട സംഘത്തെ പിടിച്ചാൽ അവർക്കറിയാം അവിടെ വരുമാനമാണത്. അപ്പോഴത്തേക്ക് അവിടെ പീഡിപ്പിക്കത്തില്ല. അവിടെ ആൾക്കാരെ മക്കയിലുള്ള മുസ്ലിങ്ങളെ പീഡിപ്പിക്കത്തില്ല. അത് നിർത്തും. അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് പോയി കൊള്ളയെന്ന് പറയും. കൊള്ളയാണെങ്കിൽ ബാക്കിയുള്ള സംഘങ്ങൾ ചെയ്യണമായിരുന്നു. ബാക്കി ആ വഴി പോയ ഒരു സംഘത്തെയും ചെയ്തില്ല, ഖുറൈശികളെ മാത്രമാണ് ചെയ്തത്. ഇത്രയുമാണ് ഒരു ചെറിയ ആമുഖം. അത്രയേ ഉള്ളൂ. ഇനി ബാക്കി ഈ ഇപ്പോൾ പറഞ്ഞ ക്ലിപ്പിലേക്ക് വരാം. ഈ ക്ലിപ്പിൽ ആദ്യമേ പറയുന്നത് ഓരോരോ പോയിൻ്റായിട്ട് എടുക്കുക. പുലർച്ചെ ഗോത്രത്തെ പോയി ആക്രമിച്ചു. അടുത്ത വായിക്ക് പറയണം, ഇതിന് പച്ചക്കള്ളമാണ്. ഇത് സംഭവം ഏതാണെന്ന് വെച്ചാൽ ബനു മുസ്തലിഖ് സംബന്ധമായിട്ടുള്ള അവരുമായിട്ട് നടന്ന ഒരു യുദ്ധത്തെയാണ് ഈ സംഭവം പറയുന്നത്. പുലർച്ചെ പോയി അവർ ആക്രമിച്ചു എന്നുള്ളത്. എന്തോ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ എടുത്ത് വായിച്ച് നോക്കുക. ഏത് സീറാ ഗ്രന്ഥമാണെങ്കിലും എടുത്ത് വായിച്ച് നോക്കുക. ബനു മുസ്തലിഖ് മദീനയെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്യുമായിരുന്നു, പ്രവാചകനെ ആക്രമിക്കാനായിട്ട്. അവരവിടെ ആൾക്കാരെ കൊപ്പ് കൂട്ടുകയും സൈന്യം സജ്ജമാക്കുകയും ചെയ്തപ്പോൾ ഈ ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് വെച്ചിട്ടുണ്ടാവും പ്രവാചകൻ. നിങ്ങൾ പറയുന്നതൊക്കെ ആളല്ല. ഇവർ പറയുന്നിട്ട് എന്തോ സമ്പാദ്യത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സുഖലോലുപതയ്ക്ക് വേണ്ടി ജീവിച്ചു എന്നൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു നടക്കും. അതൊന്നുമല്ല. പക്ക ഒരു മിലിറ്ററി കമാൻഡർ എങ്ങനെ ഇരിക്കണം, വളരെ വിജിലൻ്റായിട്ട് എന്തോ നടക്കുന്ന രാഷ്ട്രത്തിന് ഒരു പ്രശ്നം വരാത്ത രീതിയിൽ, ഒരു അപകടം വരാത്ത രീതിയിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കും. അപ്പോൾ അവർ ഇത് ചെയ്യുന്നുള്ള ന്യൂസ് കിട്ടി. ബനു മുസ്തലിഖ് മദീനയെ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള ന്യൂസ് കിട്ടിയപ്പോഴത്തേക്ക് അവർ റെഡിയാകുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് ഒരാളിനെ അങ്ങോട്ട് അയച്ച് ഒരു തന്ത്രം ഉപയോഗിച്ച് നിങ്ങളിപ്പോൾ ഒന്നും പോകണ്ട, ഞാൻ എൻ്റെ ആൾക്കാരെയും കൊണ്ടുവരാം, നമുക്ക് ഒന്നിച്ച് പോയി ആക്രമിക്കാം എന്നെല്ലാം പറഞ്ഞ് അവരെ കുറച്ച് ഡിലേ അയച്ച് അപ്പോഴത്തേക്ക് മദീനയിലുള്ള സൈന്യത്തെ റെഡിയാക്കി ആളിനെ കൊണ്ടുവന്ന് അവർ ആക്രമിക്കുന്നതിന് മുമ്പേ അങ്ങോട്ട് പോയി ആക്രമിച്ചു. അതാണ് ഈ പുലർച്ചെ ഗോത്രത്തെ ആക്രമിക്കാമെന്ന് പറഞ്ഞത്. അത് ബനു മുസ്തലിഖ് ഇങ്ങോട്ട് ചെയ്യുന്നതിന് മുമ്പേ പ്രവാചകൻ ഒരു ഡിഫൻസീവ് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയി ആക്രമിച്ചു. എത്ര പച്ചക്കള്ളമെന്ന് ആലോചിക്കുക. ലിയാഖത്തിലെ ക്ലിപ്പ് നിങ്ങൾ ഒന്നുകൂടെ കേട്ട് നോക്കുക. പുലർച്ചെ ഗോത്രത്തിൽ പോയി ആക്രമിക്കുക, ഇതൊന്നും പറയുന്നില്ല. എന്തുകൊണ്ട് അത് വന്നു? ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ മിണ്ടാതിരിക്കണമെന്നോ? അപ്പോൾ ആക്രമിച്ചിട്ട് പോട്ടെ, മദീനയെല്ലാം നശിച്ചു പോട്ടെ, മുസ്ലിങ്ങളെല്ലാം എല്ലാം നശിച്ചു പോട്ടെ. ഇതാണ് ഇവരുടെ ആഗ്രഹം. ലിയാഖത്തിലുടെ വിമർശകരുടെ ആഗ്രഹം. അവിടെ ഒരു നീതിയില്ലാതെ, ഒരു ന്യായമില്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെയാണ് ഇങ്ങനെ ഇവർ കെട്ടിച്ചമച്ചുകൊണ്ടാക്കുന്നത്. ഇതിനെയാണ് കൊള്ളയെന്ന് പറയുന്നത്. ഗോത്രത്തെ ആക്രമിച്ചു എന്ന് പറയുന്നത് ലിയാഖത്ത് അലി വിമർശനം തുടങ്ങിയ അന്ന് കാലം വരെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗോത്രത്തെ ആക്രമിച്ചു, ഗോത്രത്തെ, ഇതാണ് ഗോത്രത്തെ. ഓരോന്നെടുത്ത് കീറി മുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ കള്ളങ്ങളും ഈ ലിയാഖത്ത് അലി പോലെ ആൾക്കാർ പടച്ചുവിടുന്ന പെരും നുണകളുടെ ഭണ്ഡാരം തന്നെ അഴിഞ്ഞു വീഴുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലൈനിൽ തന്നെ ആ കള്ളം പറഞ്ഞ് മനസ്സിലായ അവരിങ്ങോട്ട് യുദ്ധസന്നാഹങ്ങൾ തയ്യാറാക്കിയപ്പോൾ ഇത് മനസ്സിലാക്കി അങ്ങോട്ട് പോയി അവരെ ഇത് ചെയ്തു. എന്താണ്? ആക്രമിച്ചു. അപ്പോൾ ഇതാണ് ഒരു രാഷ്ട്രത്തലവൻ ചെയ്യേണ്ട കടമയാണ്. അടുത്തത് കൊള്ള ചെയ്തു. ഇതെങ്ങനെ കൊള്ളയാവുന്നത്? അവരെ ആക്രമിക്കാൻ വന്ന ആൾക്കാരെ തിരിച്ച് ഡിഫൻസിന് പോയിട്ട് അവരെ തിരിച്ച് ആക്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ കറക്റ്റ് യുദ്ധത്തിൽ. പാകിസ്ഥാൻ ഇവിടെ അടുത്ത സൈന്യത്തിൽ കോപ്പ് കൂട്ടാന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഇവിടെ പോയി അടിച്ചിരിക്കും. തിരിച്ച് ഇന്ത്യ അനക്കം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചിരിക്കും അവിടെ നിന്ന്. അതല്ലേ ഒരു രാഷ്ട്രം ചെയ്യേണ്ടത്. അങ്ങനെ യുദ്ധം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ യുദ്ധം നടന്നു കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ കിട്ടുന്ന സാമഗ്രികൾ ആരാണ് പടയാളികൾ ജയിച്ച ആ ആർമിയിലുള്ള ആ സൈന്യത്തിലുള്ള പടയാളികൾക്ക് വീതിച്ചു കൊടുക്കുക എന്നുള്ളത് അന്നത്തെ നിയമമാണത്. അവർക്ക് സെപ്പറേറ്റ് ഇതില്ല. എന്താണ്? സെപ്പറേറ്റ് ശമ്പളമില്ല. ഇന്നത്തെ കണക്ക് ആർമിക്ക് നമ്മൾ കൊടുക്കുന്ന ശമ്പളം കണക്ക് അവർക്ക് മാസം ശമ്പളം കൊടുക്കത്തില്ല. അവരുടെ കാലാൽപ്പടയാണെങ്കിൽ അതിന് തയ്യാറായിരിക്കുക, കുതിരയാണെങ്കിൽ കുതിര വെച്ച് റെഡിയായിരിക്കുക, ഒട്ടമാണെങ്കിൽ ഒട്ടം റെഡിയായിരിക്കുക, അത് വെച്ചുകൊണ്ട് റെഡിയായിരിക്കുക. അതുപോലെ അമ്പെയ്ത്തുകാരാണെങ്കിൽ അവരെ സന്നാഹങ്ങളെ റെഡിയായിട്ടിരിക്കുക. യുദ്ധത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ കളത്തിലിറങ്ങുക.
തോറ്റാൽ ഒന്നെയും കൊല്ലപ്പെടും, അല്ലെങ്കിൽ അടിമകളായിട്ട് പിടിക്കപ്പെടും, മുസ്ലിങ്ങൾ മറ്റവർ പിടിക്കും. ജയിച്ചാൽ അവർക്ക് അവിടെ കിട്ടുന്ന സ്പോയിൽസ് ഓഫ് വാർ എന്ന് പറയുന്ന യുദ്ധമുതൽ അത് ജയിച്ചവർക്ക് ഇടയിൽ വീതിക്കപ്പെടും. ഇന്നും അത് തന്നെയാണ് റൂള്. നിങ്ങൾ ഏത് മിലിറ്ററി മാനുവൽ എടുത്ത് നോക്കിയാലും ജയിച്ചവർക്കാണ് ഈ തോറ്റവർ വിട്ടേച്ച് പോയ സാധനങ്ങളുടെ അവകാശം ആ രാജ്യത്തിനായിരിക്കും. ഇത് പ്രവാചകം ചെയ്താൽ മാത്രം അത് കൊള്ളയായിപ്പോയി. ഇതെങ്ങനെ കൊള്ളയാവും? ഒരു യുദ്ധത്തിൽ തോറ്റ് കഴിഞ്ഞാൽ ആൾക്കാർ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ജയിച്ചവർക്കുള്ളതാണത്. ഇന്നത്തെ കാലത്ത് രാഷ്ട്രം അതെടുക്കും. ഇത് രാഷ്ട്രം അവർക്ക് ശമ്പളം ഇല്ലാത്തതുകൊണ്ട് ആ സൈനികർക്ക് കിട്ടുന്ന യുദ്ധം മുതൽ അവർക്ക് തന്നെ വീതിച്ചു കൊടുക്കും. ഇത് അന്ന് എല്ലാ രാജ്യങ്ങളിലും എല്ലാവരും എതിരാളികൾ ജയിച്ചാലും അത് തന്നെ ചെയ്യും. ഞാൻ നേരത്തെ ഒരു ഹദീസ് പറഞ്ഞില്ലേ, അബൂദാവൂദിൻ്റെ 3004, അതിനകത്ത് ഖുറൈശിയുടെ ലെറ്റർ എഴുതുന്നുണ്ട്, യൂതന്മാർക്ക് എഴുതുന്നുണ്ട്, ഹസ്രജ് ഹൗസ് ഗോത്രങ്ങൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ക്ലിയറായിട്ട് എഴുതും, വന്ന് ഞങ്ങൾ നിങ്ങളെ കൊല്ലും, എന്നിട്ട് നിങ്ങളെല്ലാം അടിമകളാക്കും, ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോകും എന്ന് ക്ലിയറായിട്ട് എഴുതുന്നുണ്ട്. അത് എല്ലായിടത്തും ജയിച്ചു കഴിഞ്ഞാൽ അവരെ പിടിക്കുക എന്നുള്ളത്. അതിൻ്റെ റീസൺസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോകൾ നോക്കുക നിങ്ങൾ. അതായത് അടിമത്തത്തിൽ കുടുങ്ങിയ ലിയാഖത്ത് എന്നുള്ള ടോപ്പിക്കിനകത്ത് ക്ലിയറായിട്ട് അതിനകത്ത് വളരെ ഡീറ്റെയിൽ 50 മിനിറ്റ് ഇത് തന്നെയാണ് പറയുന്നത്. എന്താണ് ബിസിനസ് ഓഫ് വാർ, എന്തുകൊണ്ടാണ് അവരങ്ങനെ പിടിക്കപ്പെട്ടത്, അന്ന് ജയിലിലായിരുന്നു, അങ്ങനെ പല കാരണങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിക്കുന്നില്ല, കേൾക്കാത്തവർ അത് കേൾക്കുക. അപ്പം ഇത് നാട്ടു നടപ്പും ഇന്നും അന്നും എല്ലാം ചെയ്തിരുന്നൊരു കാര്യം പ്രവാചകം ചെയ്താൽ മാത്രം അത് കൊള്ളാം. അപ്പോൾ 2 എണ്ണത്തിന് ഉത്തരവായി. ഒന്ന്, പുലർച്ചെ ഗോത്രത്തെ പോയി ആക്രമിച്ചെന്നുള്ളത് പച്ച നുണയാണ്. അത് അവരിങ്ങോട്ട് ആക്രമിക്കാൻ വന്നുകൊണ്ട് ഡിഫൻസുമായിട്ട് പോയതാണ്. രണ്ടാമത്തത് അത് കൊള്ളയല്ല, അത് യുദ്ധമാണ്. യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ കിട്ടുന്ന യുദ്ധാർജിത മുതൽ ജയിച്ചവർക്കാണ് വീതിച്ചു കൊടുക്കുക. അതുകൊണ്ട് അത് കൊള്ളയല്ല. 2ാമത്തെ നുണയും പൊളിഞ്ഞു. അടുത്ത പുരുഷന്മാരെയും പിതാവിനെയും കൊന്നു. യുദ്ധത്തിന് പോയാൽ പിന്നെ കൊല്ലാതെ ഇവിടെ നിന്ന് പോയി അവർക്ക് പൂമാലയിട്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വാവെന്ന് ആക്രമിക്കുന്നു പറയാനല്ലല്ലോ പോകുന്നത്. യുദ്ധത്തിന് പോകുന്നത് കൊല്ലാൻ തന്നെയാണ്, കൊല്ലാനും കൊല്ലപ്പെടാനുമാണ് പോകുന്നത്. ഇത് എല്ലാം ഒരു വിചിത്രമായ വാദങ്ങളാണ്. അവിടുത്തെ പുരുഷന്മാരെല്ലാം കൊന്നു. സ്ത്രീകളെ കൊല്ലാൻ പാടില്ല എന്ന് ഇസ്ലാം നിയമം വെച്ചു. സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ പാടില്ല. ഡയറക്റ്റ് കളത്തിൽ നിന്നാൽ പോലും അവരെ കൊല്ലാൻ പാടില്ല എന്ന് ക്ലിയർ നിയമം വെച്ചു. ഇന്നത്തെ കാലത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് നടക്കുന്നത് എന്താണെന്നുള്ളത്. പലസ്തീനിൽ നടക്കുന്നത് കുട്ടികളെയും സ്ത്രീകളെയും മാത്രമാണ് കൂടുതലും കൊല്ലുന്നവർ. ഹോസ്പിറ്റലിൽ നിന്നില്ലാതെ, സ്കൂളിൽ നിന്നില്ലാതെ, എല്ലായിടത്തും 1000 കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ട് നടക്കുന്നത്. ഒരാളും മിണ്ടുന്നില്ല. ലിയാഖത്ത് മിണ്ടുന്നില്ല, ആരിഫ് ഹുസൈൻ മിണ്ടുന്നില്ല, ഒരു ഇസ്ലാമിക വിമർശനം മിണ്ടണ്ട. അപ്പം ഇവരുടെ ഉദ്ദേശം ഇരട്ടത്താപ്പ് നിങ്ങൾ മനസ്സിലാക്കുക. ഇവർ വെറുതെ ഇസ്ലാം ഭയങ്കരമാണ്, ഇസ്ലാമിനെ രക്ഷിക്കാൻ, മുസ്ലിങ്ങളെ രക്ഷിക്കാനാണെന്ന് ഇത്രയും പറയുന്നത്. മുസ്ലിങ്ങളെ ഇസ്ലാമിൽ നിന്ന് രക്ഷിക്കാനാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്നുള്ള ഒരു മുതലക്കണ്ണീര്. ഇങ്ങനെ കള്ളം പറഞ്ഞ് യൂട്യൂബ് വരുമാനം നടത്തുന്ന ആൾക്കാർ നിങ്ങൾ ഇവരെല്ലാവരും ആരും ലോകത്ത് എവിടെയും കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ കേരളക്കരയിലെ എങ്ങനെ ലിയാഖത്ത് ആരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ ഞങ്ങൾ രക്ഷിക്കാൻ നടക്കുകയാണ്, ജാമിദ ടീച്ചർ എല്ലാവരും ഇത് ഞങ്ങൾ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ നടക്കുകയാണ്, ഒരാൾ ഇതിനെക്കുറിച്ച് മിണ്ടുന്നുണ്ടെന്നൊക്കെ. പലസ്തീനിൽ നടക്കുന്ന കൂട്ടക്കുരുതി, ജിനോസൈഡ്, അതിനെക്കുറിച്ച് ഒരാൾക്ക് ഒരു വീഡിയോ ഡെയിലി വീഡിയോ ഇറക്കുന്നുണ്ടല്ലോ. ആരിഫ് ഹുസൈൻ സംഖ്യ എന്ന് പറയാം കോട്ട്. ഇങ്ങനെ വലിയ ഇതിൽ മാനവീയത നോക്കുന്ന ആളല്ലേ ലിയാഖത്ത്. എന്തേ ഒരു നാവ് പൊങ്ങാത്തത് അതിനെക്കുറിച്ച് ഇട്ട് നോക്കുക, അപ്പം അറിയാം ഈ ഫോളോവേഴ്സും ഈ കിട്ടുന്ന ലൈക്കും ഈ കിട്ടുന്ന പരസ്യമൊക്കെ എവിടെ പോകുന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും അവനവൻ്റെ വരുമാനം മാത്രമാണ് ഇതിനകത്ത് അവരുടെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ ഒരു മാനവികതയല്ല, ഒരു ചുക്കുമില്ല. അതാലോചിക്കുക. മാനവികതയല്ല അപ്പോഴേ പറക്കും. കാശ് പോകുന്നു കണ്ടു കഴിഞ്ഞാൽ മാനവികത പോകും. കാശ് കളഞ്ഞിട്ടുള്ള ഒരു മാനവികതയ്ക്കും ലിയാഖത്തിൻ്റെയും മുതിരത്തില്ല, ഒരു ഇസ്ലാം വിമർശകനും മുതിരത്തില്ല. അവർക്ക് കാശിന് വേണ്ടിയാണ് നടത്തുന്നത്. നിങ്ങൾ അതിനകത്ത് പെട്ടുപോകരുത്. ഇവരെന്തോ പറയുന്നു എന്നുള്ളത് ഒരു ഇസ്ലാം വിമർശനം പോലും ഇവർ പറയുന്നത് നിൽക്കത്തില്ല. നമ്മളെല്ലാത്തിനും അവർ പറയുന്ന എല്ലാത്തിനും പുറകെ നടന്ന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുരുഷന്മാരെ കൊന്നു, പിതാവിനെ കൊന്നു എന്നുള്ളതും ഉടായ്പാണെന്നുള്ളത് മനസ്സിലായി. 3 എണ്ണം. അടുത്തത് സ്ത്രീകളെ എടുത്ത് വെച്ച് വീതം ചെയ്തു. അത് നമ്മൾ ക്ലിയർ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. യുദ്ധബന്ദികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ആണുങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, സ്ത്രീകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം. അവർ പിടിക്കപ്പെടും. ഡയറക്റ്റായിട്ട് അവരെ സഹായിക്കുന്ന ആൾക്കാർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ത്രീകളെ ഇവർ ബന്ദികളായിട്ട് തന്നെ പിടിക്കും. അതിന് അവർ ജയിച്ചാലും ബന്ദികളായിട്ട് പിടിക്കും. നിങ്ങൾ ആ ലെറ്റർ പിന്നെ നോക്കുക. ഞാൻ പറഞ്ഞ നേരത്തെ അബൂദാവൂദിൻ്റെ 3004 ഖുറൈശ് എഴുതിയ ലെറ്ററിനകത്ത് ക്ലിയർ ആയിട്ട് ഞങ്ങൾ നിങ്ങളെ സ്ത്രീകളെ ബന്ദികളാക്കും എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് യുദ്ധത്തിൻ്റെ രീതി അന്നത്തത്. എങ്ങനെയാണ് പ്രിസണേഴ്സ് ഓഫ് വാർ എന്ന് പറഞ്ഞ് പിടിച്ച് നമ്മൾ ജയിലിലാക്കുന്നത്. അന്നത്തെ ആൾക്കാരെ, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ കൊല്ലുക, സ്ത്രീകളെ ബന്ദികളാക്കുക എന്നുള്ളതാണ് അന്നത്തെ രീതി. ഒരാൾ മാത്രം, പ്രവാചകൻ മാത്രം അത് ചെയ്യാതിരുന്നാൽ പിന്നെ ആക്രമണത്തിൻ്റെ മൂർച്ച കൂടും. അപ്പോൾ പ്രവാചകൻ്റെ അടുത്ത് മദീനയ്ക്കെതിരെ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ അവർ ബന്ദികളും ആക്കത്തില്ല, ആരെയും കൊല്ലത്തുമില്ല. എങ്കിൽ എല്ലാവരും ഇപ്പോൾ ഈസിയായിട്ട് മദീനയെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ നടക്കും. അതൊന്നും ചുമ്മാ ഈ ചക്രവർത്തമാനം പറയാൻ കൊള്ളാമെന്നല്ലാതെ നടക്കുന്ന കാര്യമല്ല. അപ്പം 2 പേർക്കും ഭയം വേണം. നമ്മൾ പിടിക്കപ്പെടും, നമ്മൾ സ്ത്രീകളെ പിടിക്കും ഭയം ഉണ്ടെങ്കിൽ മാത്രമേ 2 സൈഡിൽ നിന്നും ആക്രമണം നടക്കാതിരിക്കൂ.
പക്ഷേ ഇസ്ലാം ചെയ്തത് നീതിക്കും ന്യായത്തിനും പീഡിപ്പിക്കപ്പെട്ട ജനങ്ങൾക്കും ആരാണോ അടിച്ചമർത്തപ്പെട്ട അവർക്ക് വേണ്ടിയിട്ട് ന്യായത്തിന് വേണ്ടിയിട്ടാണ് ഇസ്ലാം ചെയ്ത യുദ്ധങ്ങളൊക്കെ. പക്ഷേ എതിരാളികൾ ചെയ്തത് അതിനല്ല. അവർ സ്വന്തം നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ അവരവിടെ നിന്ന് അടിച്ചോടിക്കുകയാണ് ചെയ്തത്. അപ്പം ഇതാണ് ഇത്രയും. അപ്പോൾ സ്ത്രീകളെ എടുത്ത് വീതം വെച്ചു എന്ന് പറയുന്നതും അത് അന്നത്തെ സിസ്റ്റത്തിലുള്ളതാണ്. എങ്ങനെയാണ് ഇന്ന് പ്രിസണേഴ്സ് ഓഫ് വാർ എന്ന് പറഞ്ഞ് നമ്മൾ പിടിക്കുന്നു, അതുപോലെ സ്ത്രീകളെ പിടിച്ചു. അപ്പോൾ ഇതും അടുത്ത നുണയായി. ഇനിയാണ് കോമഡി. ഈ നമ്മുടെ ടൈറ്റിലോട്ട് വരുന്നത് എന്താണ് 5-1 ലിയാഖത്തിലൂടെ 5-1 കോമഡി എന്നുള്ളത്. ഇപ്പോഴാണ് വിഷയത്തിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് വരുന്നത്. ഇതിനകത്ത് 5-1 അള്ളാഹുവിന് കൊടുക്കണം എന്ന് ഇപ്പോൾ ഇസ്ലാമിൻ്റെ നിയമമുണ്ട്. അള്ളാഹുവിന് സ്ത്രീകളും കൊടുക്കണം എന്നും പറഞ്ഞ് അങ്ങനെ നിർത്തുകയാണ്. എന്നിട്ട് അത് നിർത്താതെ അടുത്ത ലൈനിൽ പറയുന്നു അള്ളാഹുവിനും റസൂലിനും കൊടുക്കണം 5-1 എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇവിടെ മാത്രം നമുക്ക് ഇച്ചിരി എലാബറേറ്റായിട്ട് പറയേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് വലുതായിട്ട് ടച്ച് ചെയ്ത് പോയില്ല. കുറേ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നുകൂടെ ഒന്നുകൂടെ ചോദ്യമായിട്ട് വന്നുകൊണ്ട് നമ്മളത് ഒന്നുകൂടെ പറയണം. ഈ 5-1 എന്താണ് എന്നുള്ളത് ഇപ്പം നമ്മൾ പറഞ്ഞു. യുദ്ധാർജിതം മുതൽ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇടയ്ക്ക് വീതിക്കും. എങ്ങനെയാണ് ഈ വന്ന് പങ്കെടുത്ത ആൾക്കാരുടെ ഇടയ്ക്ക് വീതിക്കും. അതെങ്ങനെ വീതിക്കും എന്ന് പറഞ്ഞാൽ 80%, അതായത് 5-4 പങ്കെടുത്ത ആളുകൾക്കും 5-1 ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 5-1 അള്ളാഹുവിന് റസൂലിന് മാത്രമല്ല. അത് വിലയാക്കത്തിൽ പറഞ്ഞ കള്ളമാണത്. അള്ളാഹുവിന് റസൂലിന് മാത്രമല്ല. ഞാൻ വായിക്കാതെ ഇത് നിങ്ങൾ 2 ഖുർആൻ റെഫറൻസ് 8:41 ഖുർആൻ 59:7 ഈ 2 ആയത്തിൽ ഇത് കാണാം. എങ്ങനെയാണ് യുദ്ധാർജിതം മുതൽ എങ്ങനെയാണ് വീതിക്കേണ്ടതെന്നുള്ള ഈ 5-1 പറഞ്ഞില്ലേ, 5-1 എങ്ങനെയാണെന്നുള്ളത് ഈ 2 ആയത്തിൽ നോക്കുക. 8:41 59:7. ഞാൻ ജസ്റ്റ് എൻ്റെ ഇത് മാത്രം പറയാം. അള്ളാഹുവും റസൂലിനും അടുത്ത ബന്ധുക്കൾ, റസൂലിൻ്റെ അടുത്ത ബന്ധുക്കൾ, അനാഥർ, പാവപ്പെട്ടവർ, വഴിപോക്കർ. ഇതാണ് 8:41 59:7 അള്ളാഹുവിനും റസൂലിനും അടുത്ത കുടുംബങ്ങൾക്കും അനാഥർ, അഗതി, വഴിപോക്കർ. അപ്പം ഈ 5-1 എന്ന് പറയുന്നത് അള്ളാഹുവിനും റസൂൽ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഗവൺമെൻറ്റിനുള്ളതാണത്. ആ 20% ഗവൺമെൻറ് പോകും. അത് വെച്ചിട്ട് വേണം ഗവൺമെൻറ് എന്ത് ചെയ്യാൻ, അടുത്ത അവിടെ കിട്ടുന്ന യുദ്ധസാമഗ്രികൾ കാര്യങ്ങളെല്ലാം കോമൺ ആയിട്ട് വെച്ചിട്ട് അത് അടുത്ത യുദ്ധത്തിന് പോകുമ്പോൾ അതിന് റെഡിയാക്കുക. അല്ലെങ്കിൽ അത് ധനമായിട്ട് കിട്ടിയാൽ ആ കാര്യം വെച്ചിട്ട് അതിനുള്ള ചിലവുകൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുക. അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ വെൽഫെയറിന് വേണ്ടി യൂസ് ചെയ്യുക. ഇതെല്ലാം ഗവൺമെൻറ്റിന് പോകുന്നതിനാണ് അള്ളാഹുവിനും റസൂലിനും എന്ന് പറയുന്നത്. കൂടെ തന്നെ പറയുന്നുണ്ട് റസൂലിൻ്റെ അടുത്ത ബന്ധുക്കൾ, അനാഥർ, പാവപ്പെട്ടവർ, വഴിപോക്കർ. അപ്പോൾ പാവപ്പെട്ടവർക്ക് ആവശ്യമുണ്ടെങ്കിലും ഈ 5-1 നിന്നാണ് പോകേണ്ടത്. വഴിപോക്കർക്കും അതിൽ നിന്ന് തന്നെയാണ്, അനാഥർക്കും ഇതിൽ നിന്ന് തന്നെയാണ്. അപ്പം സ്റ്റേറ്റ് വെൽഫെയറും പ്രവാചകൻ്റെ അടുത്ത ബന്ധുക്കൾക്കും ഇതിൽ നിന്ന് കിട്ടും. ഗനീമത്ത് എന്ന് പറയും. യുദ്ധാർജിതം മുതലിനെ ഗനീമത്ത് എന്ന് പറയും. ഗനീമത്തിൽ പ്രവാചകനും പ്രവാചകൻ്റെ അടുത്ത ബന്ധുക്കൾക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ സക്കാത്ത് പ്രവാചകനും പ്രവാചകൻ്റെ അനന്തരാവകാശികൾക്കും സക്കാത്ത് ഹറാമാണ്. സക്കാത്ത് ഒരുപാട് വന്ന് കിടക്കും അവിടെ ബൈത്തുൽ മാൽ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ട്രഷറിയിൽ സമ്പത്ത് കുമിഞ്ഞുകൂടി കിടക്കും. ആൾക്കാർ വന്ന് ചോദിക്കും. ഒരു ഹദീസിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഒരു ഒട്ടകത്തിൽ ഒരു ഗ്രാമവാസി വന്ന് ഡിമാൻഡ് ചെയ്ത് ചോദിക്കും, ഈ ഒട്ടകം ഒന്ന് ഫില്ലപ്പ് ചെയ്യുന്ന പറയും. അപ്പോൾ ഒരു ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ലോറി ലോഡാണത് ഇന്നത്തെ. അതിനകത്ത് ഫുള്ള് സാധനങ്ങൾ കയറ്റി വിടും. ഒരു ഇതില്ല, വെറുതെ കൊടുക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കും സമ്പത്ത് അവിടെ ഉണ്ട്. പക്ഷെ അത് ഖജനാവിലുണ്ട്. അത് പ്രവാചകനും കുടുംബത്തിനും എടുക്കാൻ പറ്റത്തില്ല. അത് പ്രവാചകൻ്റെ വീട്ടിൽ അടുപ്പ് എരിഞ്ഞിട്ടുണ്ടാവില്ല. എന്തായാലും അതിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. അത് അവസാനം വരെയും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ഇതെല്ലാം നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഇത് കാരണമാണ് പ്രവാചകൻ്റെ പത്നിമാർ ഞങ്ങൾക്ക് ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ വേണമെന്നും പറഞ്ഞിട്ട് പ്രവാചകനുമായിട്ട് ഒരു ആവശ്യം ഉന്നയിച്ചത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് ഈ ഭൂമിയിലെ വസ്തുക്കളാണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തലാക്ക് തന്നേക്കാം, നിങ്ങൾ ദൈവസ്വം വാങ്ങിച്ച് പോയിക്കോളൂ. അപ്പോൾ സക്കാത്തൊക്കെ കിട്ടും, നിങ്ങൾ എടുത്തോളൂ. അതല്ല എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ പരലോകം മാത്രം കാംക്ഷിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരാളും പോകത്തില്ല, ഒരു ഭാര്യയും പോകത്തില്ല. ഇതൊക്കെ ഒരുപാട് വിമർശിച്ച് വിലാഖത്തിലേക്ക് വരെ നമ്മൾ ഒരുപാട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിഷയം വിട്ടു പോകുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കാരണം. അള്ളാഹുവിനും റസൂലിനും അടുത്ത ബന്ധുക്കൾക്കും എന്ന് പറഞ്ഞാൽ സക്കാത്ത് ആർക്കെല്ലാം നിഷിദ്ധമാണോ ആ കുടുംബക്കാർക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇത് അങ്ങനെയാണ് ഫതക്കെന്ന് കൈബർ എന്നുള്ള ഒരു തോട്ടം പ്രവാചകന് കിട്ടിയിരുന്നത്. അതായിരുന്നു പ്രവാചകന് അതിൽ നിന്ന് വരുന്ന ഈത്തപ്പഴങ്ങളായിരുന്നു പ്രവാചകൻ്റെ അവസാനം വരെ. എല്ലാ കുടുംബത്തിനും അതിൽ നിന്ന് കിട്ടുന്ന ആ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന ഇതുണ്ടല്ലോ ഈത്തപ്പഴങ്ങൾ. അത് കറക്റ്റായിട്ട് ഓരോരോ ഫാമിലിക്ക് ഇത്ര വസ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ ദിവസം പ്രവാചകൻ എന്ത് ജോലിയാണ് ചെയ്തതെന്ന് ലേഖത്തിലൊരിക്കൽ ചോദിച്ചിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ ഇത് ക്ലിയറായിട്ട് എൻ്റെ കണക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ഓരോ ഫാമിലിക്കും അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതേ ഉള്ളായിരുന്നു. ആ പതക്കിൽ നിന്ന് കിട്ടിയ ഇതും ഖൈബറിൽ നിന്ന് കിട്ടിയ ഇത് തോട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് വെച്ച് എന്ത് പറ്റുമോ അത് പറ്റും. അത് വെച്ചിട്ട് ചിലപ്പോൾ ഒരു ദിവസം 3 ദിവസം അടുപ്പിച്ച് കഴിക്കാൻ പറ്റത്തില്ല. വെറും ഈത്തപ്പഴവും വെള്ളവും മാത്രം കഴിക്കും. പിന്നെ 100 ആടിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഫാം പോലെ. അതിൽ നിന്ന് 101 ആടായി കഴിഞ്ഞാൽ ഒരെണ്ണത്തിനർക്ക് കഴിക്കും. ഇതായിരുന്നു പ്രവാചകൻ്റെ ആഹാരം. അത്രേ ഉള്ളൂ. ഇത് വെച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ചോദിച്ച് സക്കാത്തിലുണ്ടായിരുന്നിട്ട് പോലും എടുത്തില്ല. അപ്പം പ്രവാചകൻ സ്റ്റേറ്റിലെ ഹെഡാണ്.
അപ്പം മോഡിക്ക് എന്തെങ്കിലും ഇത് കൊടുക്കണ്ടേ, ശമ്പളം കൊടുക്കണ്ടേ, പ്രസിഡന്റ് എന്തെങ്കിലും ശമ്പളം കൊടുക്കണ്ടേ, ആർമി ചീഫിന് എന്തെങ്കിലും ശമ്പളം കൊടുക്കണ്ടേ. അപ്പോൾ പ്രവാചകൻ ഫുൾ ടൈം ഇതുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആ രാഷ്ട്രത്തിൻ്റെ തലവൻ എന്നുള്ള രീതിയിൽ ഇത് മാത്രമാണ് അനുവദിച്ചത്. ജസ്റ്റ് ജീവിച്ചു പോകാനുള്ളതും പറ്റാത്തതും അത് മാത്രമേ അള്ളാഹു അനുവദിച്ചിട്ടുള്ളൂ. സക്കാത്ത് അനുവദിച്ചിട്ടില്ലായിരുന്നു. വേണമെങ്കിൽ പ്രവാചകൻ സ്വന്തമായിട്ടാണ് ഈ ദീൻ ഉണ്ടാക്കിയെങ്കിൽ സക്കാത്താണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഉണ്ടാകും, എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ വലിയ കൊട്ടാരമൊക്കെ കെട്ടി നല്ല സുഖലോലുപനായിട്ട് ജീവിക്കുകയായിരുന്നു. അന്നത്തെ സഹാബകൾ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? നിങ്ങൾക്ക് കിസ്ര അപ്പുറത്തെ അയൽ രാജ്യങ്ങളിലെ റോമൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യത്തിലെ ആൾക്കാർ പോലെ നല്ലപോലെ ജീവിക്കാമായിരുന്നല്ലോ, നല്ല സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഞാൻ ഇവിടുത്തെ ഒരു യാത്രക്കാരൻ മാത്രമാണ്, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരലോകമാണെന്ന് പറഞ്ഞ് പ്രവചനം അത് വേണ്ടെന്ന് പറയുന്നതൊക്കെ കാണാം. അപ്പം ഇവരുടെ എല്ലാ ആരോപണങ്ങളും എതിരായിട്ട് വരും. ഇവർ പറയുന്നത് സ്വന്തമായിട്ട് മതം ഉണ്ടാക്കി സുഖലോലുപതിക്ക് ഉണ്ടാക്കി, അതെല്ലാം എതിരാണ് പ്രൂഫ്സ് എല്ലാം. ഓരോ സബ്ജക്റ്റ് എടുത്താൽ ഓരോന്നും നമുക്ക് ഒരുപാട് പറയാനുണ്ട്. വെറും പച്ചക്കള്ളങ്ങളാണ് പറയുന്നത്. ഓരോ വാക്കിലും ഓരോ ലൈനിലും ഇവർ പറയുന്നത് കള്ളങ്ങളാണ്. അപ്പം ഇതാണ് എൻ്റെ കാര്യം. 5-1 എന്ന് പറയുന്നത് 2 പോയിൻ്റാണ് അതിനകത്തുള്ളത്. 5-1 അള്ളാഹുവിനും റസൂലിനും മാത്രമല്ല, ആ 20% അള്ളാഹുവിനും റസൂലിനും എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഖജനാവിൽ നിന്നുള്ളതാണ്. പിന്നെ റസൂലിൻ്റെ ബന്ധുക്കളെന്ന് പറഞ്ഞാൽ ഈ സക്കാത്ത് നിഷിദ്ധമായ ആൾക്കാർക്കും അതിൽ തന്നെ പാവപ്പെട്ടവർക്കും വഴിപോക്കർക്കും അനാഥർക്കും അഗതികൾക്കും എല്ലാം അതിനകത്ത് തന്നെ ഉള്ളത്. അപ്പോൾ സ്റ്റേറ്റ് വെൽഫെയർ എന്നുള്ളതാണ് മൊത്തത്തിൽ അതിനകത്തുള്ളത്. ആ 5-1 എന്നുള്ളത് അത് പ്രവാചകന് മാത്രമല്ല, അള്ളാഹുവിനും റസൂലിനും എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് എന്നാണ് അർത്ഥം. ഇനി അള്ളാഹുവിന് മാത്രം പറഞ്ഞാലും അള്ളാഹുവിന് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അർത്ഥം, ഇസ്ലാമിൽ അതിൻ്റെ മീനിങ് പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് നിങ്ങൾക്ക് ഹദീസുകളും ഖുർആൻ ആയത്തുകളെല്ലാം കാണാം. ഈ ഇതിൽ കണക്ട് ചെയ്ത് റീലാക്കത്തിൽ പറയുന്ന മറ്റൊരു ആരോപണമുണ്ട്. ഖുർആൻ്റെ 2:245 അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കുന്നവർ ആരുണ്ട് എന്ന് ആയത്തുണ്ട്. 2:245 ഒന്ന് അത് ഒരിക്കൽ കളിയാക്കി. അള്ളാഹുവിന് കടം കൊടുക്കേണ്ട ഗതികാണ് ഇസ്ലാമിൽ. എന്ത് ബാലിശമായത്! ഏത് കൊച്ചുകുട്ടിക്കായിരിക്കും അള്ളാഹുവിന് അറിയാം അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യക്കാർക്ക് കൊടുക്കുക, മനുഷ്യർക്ക് കൊടുക്കുക, എന്നിട്ട് അവർ എന്ത് പ്രതിഫലം വാങ്ങിക്കരുത്, എന്താണ് പ്രതീക്ഷിക്കരുത്. അവർ തിരിച്ച് തരുമെന്നോ അല്ലെങ്കിൽ അവർ നാളെ ചിരിച്ച് കാണിക്കുമെന്നോ അവർ നന്ദി പറയുമോ എന്ന് അവരുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കാതെ അള്ളാഹു എനിക്കിത് കൂലി തരും, ഞാൻ ഈ ചെയ്ത സഹായത്തിന്, ഞാൻ ഇത് ചെയ്ത നന്മയ്ക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് എനിക്ക് കൂലി കിട്ടും എന്ന് വിചാരിക്കുന്നതിനാണ് അള്ളാഹുവിന് ഉത്തമമായ കടം എന്ന് പറയുന്നത്. അത് ക്ലിയറായിട്ട് ഒന്നും കൂടെ 76-8-9 കാണാം നിങ്ങൾ. ഖുർആൻ്റെ 76-8-9 അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം നൽകുന്നു, നിങ്ങളുടെ പക്കൽ നിന്ന് യാതൊരു പ്രതിഫലവും നന്ദിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ക്ലിയറായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ 76-8-9 കാണാം. അതാണ് അള്ളാഹുവിന് കൊടുക്കുന്ന ഉത്തമമായ കടം എന്ന് പറയുന്നത്. അള്ളാഹുവിന് ഒരാവശ്യമില്ല, അള്ളാഹു സമതാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ആവശ്യവും അള്ളാഹുവിനില്ല മനുഷ്യൻ്റെ അടുത്തുനിന്ന്. മനുഷ്യന് കൊടുത്താൽ അതിൻ്റെ കൂലി ഞാൻ തരും, അല്ലെങ്കിൽ അത് ഞാൻ നല്ല കാര്യമായിട്ട് എടുക്കും, അതിൻ്റെ പ്രതിഫലം ഞാൻ തരും എന്നതാണ് അള്ളാഹുവിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം സ്റ്റേറ്റിൻ്റെ ജനറൽ വെൽഫെയറിനും പാവപ്പെട്ടവർക്കും ആവശ്യക്കാർക്കും പുവർ ആൻഡ് നീഡി എന്ന് പറയുന്ന ആ വിഭാഗക്കാർക്കും കൊടുക്കുന്നതിനാണ് അള്ളാഹുവിന് കൊടുക്കാമെന്ന് ഇസ്ലാമിൽ പൊതുവായിട്ട് പറയുക. അല്ലാതെ അള്ളാഹുവിന് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരു പൈസയും മാറ്റി വയ്ക്കുന്നില്ല. അത് സ്റ്റേറ്റ് ഖജനാവിൽ പോകും. അത് അതിൻ്റെ വെൽഫെയറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫണ്ടായിട്ട് പോകും. അപ്പം 5-1 എന്ന് പറയുന്നത് അള്ളാഹു റസൂലിന് മാത്രമല്ല, അതും ലിയാഖത്തിൽ അവിടെ ഇരട്ടത്താപ്പ് കാണിച്ചു. അള്ളാഹു ഞാൻ പറഞ്ഞ അത്ര വിഭാഗമുണ്ട്. ബന്ധുക്കൾക്കുണ്ട്, അനാഥകർക്കുണ്ട്, പാവപ്പെട്ടവർക്കുണ്ട്, വഴിപോക്കർക്കുണ്ട്, അഗതികർക്കുണ്ട്, ഇത്രയും ഉണ്ടത്. അപ്പം അതും അടുത്ത കള്ളമായി. അപ്പോൾ ഇനി അള്ളാഹു എന്ന് പറഞ്ഞാൽ അതും കഴിഞ്ഞു. ഇനി പറഞ്ഞത് അള്ളാഹുവിന് പങ്കുണ്ടെന്ന്. അള്ളാഹുവിന് പങ്കുണ്ടെന്ന് ഇതാണ് അർത്ഥം, സ്റ്റേറ്റിനാണ് അത് പോവുക. പിന്നെ പറഞ്ഞത് ഇതിനകത്ത് സ്ത്രീകളും അള്ളാഹുവിനുണ്ടെന്ന് പറഞ്ഞു. സ്ത്രീകൾക്ക് എങ്ങനെ അള്ളാഹുവിന് കൊടുക്കുക? അവിടെ സ്ത്രീകളെ ആളുകൾക്ക് വിധിച്ചു കൊടുക്കാനല്ലേ പറ്റത്തുള്ളൂ. മറ്റ് സമ്പത്ത് പോലെ എടുത്ത് വെക്കാനോ ഖജനാവിൽ വെക്കാനോ പറ്റുമോ? അത് സ്റ്റേറ്റ് വെൽഫെയറിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. സ്ത്രീകൾക്ക് അങ്ങനെ സ്ത്രീകളുടെ അടുത്ത് എവിടെയെങ്കിലും പള്ളിയിൽ കെട്ടിവെച്ച കണക്കൊന്നും എവിടെ ഇല്ല അള്ളാഹുവിന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട്. അത് മനുഷ്യരെ അടിമകളെ പിടിച്ച് സ്ത്രീകളായാലും പുരുഷൻ്റെ അടിമ അള്ളാഹുവിന് വേണ്ടി അതും വരത്തില്ല. 5 അതെന്താ പറയുന്നത്? സ്ത്രീ മാത്രം പറയുന്നത് എന്തിനാ? അപ്പം അള്ളാഹുവിന് ഒരു പങ്കുണ്ടെങ്കിൽ 5 അടിമകളെ പള്ളി വെച്ച് കെട്ടിയിടണ്ടേ? അങ്ങനെയാണോ? അങ്ങനല്ല. അത് ആ അടിമകളെ കൊണ്ട് സ്റ്റേറ്റിന് എന്ത് വെൽഫെയർ ആണോ അത് ചെയ്യും, അല്ലെ ആളുകൾക്ക് തന്നെ കൊടുക്കും, അതിൻ്റെ മൂല്യം വേണമെങ്കിൽ ഖജനാവിൽ മേടിക്കും, അങ്ങനെയുള്ള അതിനകത്ത് ചെയ്യാം. ഓക്കെ. പിന്നെ 1, 2, 3 മൾട്ടിപ്പിൾ ഓണേഴ്സ്, അതൊരു പോയിൻ്റായിട്ട് പറഞ്ഞു. മൾട്ടിപ്പിൾ ഒരു സ്ത്രീക്ക് പല ഓണർമാർ കാണും, അതിൽ കോംപ്ലിക്കേഷൻ ഉണ്ട്. പല ഓണർമാർ കാണും എന്നുള്ളത് ഉണ്ട്. ഒരു സ്ത്രീക്ക് തന്നെ അല്ലെങ്കിൽ ഒരു അടിമയ്ക്ക് തന്നെ, അടിമയോ പെണ്ണടിമയോ കുറേ യജമാന്മാർ കാണും. പക്ഷേ സ്ത്രീയുടെ വിഷയത്തിൽ അവരുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്താവുന്നത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അത് ക്ലിയർ ഇസ്ലാമിൻ്റെ റൂളാണ്. കാരണം ഇത് ഒന്നിൽ കൂടുതൽ പേര് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ആരാണ് എൻ്റെ പിതാവെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതല്ലാതെ ഒരു ഹദീസും ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അടിമ സ്ത്രീയായിട്ട് ഒരാൾ വ്യഭിചരിക്കും, ഓണറല്ലാത്ത ആളിനെ വ്യഭിചരിക്കും. അപ്പം ആ കുട്ടി തൻ്റേതാന്ന് പറയും. അപ്പോൾ അത് അങ്ങനെയല്ല എന്ന് പ്രവചനം പറയാം. അതങ്ങനെയല്ല. കുട്ടി ആർക്കാണോ ഈ അടിമ സ്വന്തം അവരുടെയാണ് കുട്ടി. പക്ഷേ വ്യഭിചരിച്ചവന് വധശിക്ഷയാണ് എന്നുള്ള, കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതാണെന്നുള്ളത് ഒരു ഹദീസിലുണ്ട്. ആ ഹദീസ് നമ്പറും പറയാം. ബുഖാരി 2218 നിങ്ങൾക്ക് ഹദീസ് കാണാം. അപ്പം ഒരു സ്ത്രീയെ ഒരിക്കലും 2 പേര് ഒന്നിച്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അഥവാ ഇനി അടിമയായിട്ട് പിടിക്കപ്പെടുന്ന സ്ത്രീകളാണെങ്കിൽ തന്നെ അവർക്ക് ഒരു മാസത്തിൻ്റെ പീരീഡ് കഴിയണം. പീരീഡ് കഴിഞ്ഞിട്ട് മാത്രമേ
എന്താണ് ഈ പുതിയ യജമാനന് പോലും അവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റത്തുള്ളൂ എന്നുള്ള നിയമമുള്ളപ്പോൾ തീർച്ചയായിട്ടും ഒരേ സമയത്ത് എല്ലാവരും ബന്ധപ്പെടുക എന്നുള്ള റൂൾ ഇസ്ലാമിലില്ല. അത് വ്യഭിചാരമാണ്. അത് പിതാവ് ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് മാത്രമാണ് അത് എഗ്രിമെൻ്റ് ചെയ്തിട്ട് ഒരാൾക്ക് മാത്രമായിട്ടാണ് അത് കൊടുക്കുക. ബാക്കിയുള്ളവർ ഓണർഷിപ്പ് കാണും. അടിമയെ മോചിപ്പിക്കുമ്പോൾ അതിൻ്റെ ആ മൂല്യം എന്താണോ അത് എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കേണ്ടി വരും. എല്ലാവരും അതിനകത്ത് മോചിപ്പിക്കേണ്ടി വരും. അങ്ങനെ ആ റൂൾ വരുന്നല്ലാതെ അവരുമായിട്ട് ബന്ധപ്പെടുന്നത് ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ളതും അതുകൊണ്ട് യാതൊരു കൺഫ്യൂഷൻ അതിനകത്തില്ല. അപ്പോൾ റിയാഖത്ത് അലി ഈ ക്ലിപ്പിൽ പറഞ്ഞ ഓരോ ലൈനിനും ഓരോ വാക്കിനും നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. മൊത്തം കള്ളമാണ്, ഫുള്ള് നുണയാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ അത് കരുതിയിരിക്കുക. ഇതാണ് ഇസ്ലാമിക മിഷറുടെ സ്റ്റാൻഡേർഡ്. ഒരു ആരോപണം പോലും ഇവർ ഇസ്ലാമിനെതിരെ പറഞ്ഞ് നിൽക്കത്തില്ല. ഇവരുടെ മെയിൻ വിഷയം തന്നെ അടിമയും സ്ത്രീയും ഒക്കെയാണ്. അതിനകത്ത് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. നമ്മളും അതിന് തന്നെയാണ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതിന് മുമ്പുള്ള വീഡിയോകളും കാണുക. ഇവരുടെ കൂടുതൽ നുണകളൊക്കെ അതിനകത്ത് നമ്മളെടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇവർ പറയുന്ന ആരോപണങ്ങൾക്കുള്ള നമ്മുടെ വിശദീകരണം അതിനകത്തുണ്ട്. അത് കാണുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം.